പോർച്ചുഗലിലെ തകര ഷീറ്റുമേന കുടിലിൽ ഒരു കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത വീട്ടിൽ ലോൺ വാങ്ങിയെടുത്ത സ്കൂട്ടറിന്റെ കുടിശ്ശിക തീർക്കാൻ പാടുപെട്ട ജോസ് ദിനിസ് സവേറയുടെ മകനോട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂവർ ചോദിച്ച ചോദ്യമാണിത്. നിങ്ങളുടെ അച്ഛന് കാറുണ്ടായിരുന്നു? ഒരു ചെറുപുഞ്ചിരിയിലില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് നിങ്ങൾക്ക് എത്ര കാറുണ്ടെന്ന ചോദ്യത്തിന് എനിക്കറിയില്ലെന്ന് ഉത്തരം പറഞ്ഞ് ആ മകൻ കയ്യടി വാങ്ങി. പുഞ്ചൽ തെരുവിലെ ചവറ്റുകുട്ടയിൽ ആരംഭിച്ച് ഫോർബ്സ് പട്ടികയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന താരമായി മാറിയ അദ്ദേഹം മറ്റാരുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ. പന്തുകളി ഒരു ഈണമാണെങ്കിൽ അതിലെ ഏറ്റവും മനോഹരമായ സുന്ദര ഗാന്ധാരമാണ് ബ്രസീൽ. രാഗമാണ്, അനുരാഗമാണ്, അപൂർവ രാഗമാണ്. ആ രാഗം ഏറ്റുചൊല്ലുന്ന പ്രഗത്ഭരായ താരങ്ങളാണ് ബ്രസീലിയൻസ്. പുതുനൂറ്റാണ്ട് പിറന്നതോടെ പുതിയൊരു കളിക്കാരനെ ബ്രസീൽ പരിചയപ്പെടുത്തുകയുണ്ടായി. സോക്കർ ലോകം അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തരം കളിക്കാരൻ. അയാൾ കളിക്കുന്ന മായാജാലങ്ങൾ കാണികളെ പുളകം കൊള്ളിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് പന്ത് തട്ടുന്ന എതിരാളികളുടെ പോലും പ്രശസ്ത പിടിച്ചുപറ്റിയ റൊണാൾഡീഞ്ഞോ.